ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്തെഴുതാം. -7 + 5 ഇൻറ്റു -3 -7 ഇൻറ്റു -2 + 13 - 5 + 14 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ഡിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 2 എന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 7 ആണ്. 14 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. അപ്പോൾ നമുക്ക് ഈ 14 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നമുക്ക് 7 എന്ന് കൊടുക്കാം. നമുക്കിവിടെ റീപ്ലേസ് ചെയ്തിട്ട് 7 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -7 5 ഇൻറ്റു -3 എന്ന് പറയുന്നത് -15 ആണ്. അപ്പോൾ -15 -7 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 2 14. ഇവിടെ മൈനസും മൈനസും ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ +14 എന്ന് കിട്ടും. +13 - 5 +7 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -7 ഉണ്ട് +7 ഉണ്ട്. അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 0 ആയിട്ട് പോകും. ഇനി നെക്സ്റ്റ് ഉള്ളത് -15 +14 +13 -5 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? -15ഉം 14ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -1. 15ൽ നിന്നും 14 കുറയ്ക്കുകയാണ്. വലുതിൻ്റെ ചിഹ്നം -1 ആണ്. +13 -5. ഇനി എന്ത് കിട്ടും? -1ഉം +13ഉം. വലുതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്, 13 വലുതാണ്, അപ്പോൾ അതിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. 13ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 12 -5. 12. അപ്പോൾ 12ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 4, 7, 12, 19. നെക്സ്റ്റ് ടൈം അറിയില്ല. അത് കഴിഞ്ഞിട്ട് 39 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിട്ടുപോയ ഭാഗത്തെ സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. ജസ്റ്റ് അതിനെ ഒന്ന് എടുത്തെഴുതാം. 4, 7, 12, 19. നെക്സ്റ്റ് ടൈം അറിയില്ല. അത് കഴിഞ്ഞിട്ട് 39. അപ്പോൾ ഈ ഒരു വിട്ടുപോയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അഥവാ റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 4ഉം 7ഉം കൂടിയിട്ടുള്ള ഡിഫറൻസ് 3 ആണ്. അതുപോലെ തന്നെ 7ഉം 12ഉം നോക്കുമ്പോൾ ഡിഫറൻസ് 5 ആണ്. 12ഉം 19ഉം നോക്കുമ്പോൾ ഡിഫറൻസ് 7 ആണ്. അപ്പോൾ എത്രയായിരിക്കും നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്? ഇവിടെ 3, 5, 7 എന്ന ഓർഡറിലാണ് പോണത്. ഇതെല്ലാം എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 7 കഴിഞ്ഞ് 9 ആയിരിക്കും. അപ്പോൾ 19ൻ്റെ കൂടെ 9 ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് ടൈം കിട്ടും. അപ്പോൾ 8 ബാക്കി 1 1 2 28 എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 28 ആണ്. ഇനി നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 9 കഴിഞ്ഞാൽ 11 ആണ് വരേണ്ടത് അല്ലേ? അപ്പോൾ 28ൻ്റെ കൂടെ 11 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 28ഉം 11ഉം. അപ്പോൾ നമുക്ക് 9 3 39 എന്ന ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ഓർഡർ ശരിയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇവിടെ വിട്ടുപോയ ആ ഒരു സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓരോ സംഖ്യകളും തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2ഉം 8ഉം 2ൻ്റെ നേരെ ഓപ്പോസിറ്റാണ് 8 നിൽക്കുന്നത്. അപ്പോൾ 2ൻ്റെ ക്യൂബാണ് 8 എന്ന് നമുക്കറിയാം അല്ലേ? 2 × 2 × 2 8 ആണ് നമുക്കറിയാം. നെക്സ്റ്റ് ക്രോസ് ആയിട്ട് നിൽക്കുന്നത് 1ൻ്റെ ക്യൂബ് 1. അപ്പോൾ 1ന് നേരെ 1 തന്നെയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് 64ആണ്. 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 എന്നറിയാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്പേഴ്സിൻ്റെ ക്യൂബാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3ൻ്റെ ക്യൂബായിരിക്കുമല്ലോ നെക്സ്റ്റ് ഈ വിട്ടുപോയ ഭാഗത്ത് വരുന്നത്. അപ്പോൾ 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, സമാനമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സമാനമല്ലാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യാം. 2
5, 8, 11. നെക്സ്റ്റ് ഓപ്ഷൻ 3, 7, 11, 15. നെക്സ്റ്റ് 4, 9, 14, 19. നെക്സ്റ്റ് 5, 11, 17, 22. അപ്പോൾ ഈ ഓരോ ഓപ്ഷൻ്റെയും റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 നെക്സ്റ്റ് 5ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 8ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 അടുത്തത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 3ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 11ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ 4ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 9ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 14ഉം 19ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അപ്പോൾ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. എന്നാലും ചെക്ക് ചെയ്യാം. 5ൻ്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. 11ൻ്റെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 17 കിട്ടുന്നത്. നെക്സ്റ്റ് 17ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 22 കിട്ടുന്നത്. അപ്പോൾ 6, 6, 5 എന്നാണ് വന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായി ക്രമീകരിച്ചാൽ യോജിച്ചത് ഏത്? അപ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അവയുടെ നമ്പർ പ്രകാരം അർത്ഥവത്തായിട്ട് നമുക്കത് ക്രമീകരിക്കണം. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്നത് രേഖ, നെക്സ്റ്റ് കോണ്, പിന്നെ ബിന്ദു, പിന്നെ ത്രികോണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ആദ്യം ബിന്ദു ആയിരിക്കും വരുന്നത് അല്ലേ? ബിന്ദു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? രേഖയായിരിക്കും വരുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്തായിരിക്കും? കോണ്. 2 രേഖകൾ വന്നാലാണ് നമുക്ക് കോണ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും ത്രികോണം വരുന്നത്. 3 രേഖകൾ വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബിന്ദുവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും ഡിയും ക്യാൻസൽ ചെയ്യാം. ബിന്ദു കഴിഞ്ഞിട്ട് വരുന്നത് രേഖയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ആര്? 31, 41, 51, 61. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ, ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. 31ന് ഡിവൈഡ് ചെയ്ത് പോവില്ല. നെക്സ്റ്റ് 41 ആണ്, അതും ഡിവൈഡ് ചെയ്തിട്ട് പോവില്ല. അത് കഴിഞ്ഞിട്ട് 51 51 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 + 1 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5 1 6. അപ്പോൾ 6നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് 61 61നും ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ പ്രൈം നമ്പേഴ്സാണ്. 51 മാത്രമാണ് പ്രൈം നമ്പേഴ്സ് അല്ലാതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു, അച്ഛൻ മകനോട് പറഞ്ഞു. അച്ഛന് ഇപ്പോൾ 50 വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ അതേ പ്രായമായിരുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മകൻ്റെ വയസ്സ് മകനെടുത്തു, അച്ഛനെടുത്തു. മകൻ ജനിച്ചപ്പോൾ മകൻ്റെ വയസ്സ് 0 ആണ്. അച്ഛൻ്റെ വയസ്സ് നമുക്ക് അറിയില്ല, നമ്മൾ എക്സ് എന്ന് എടുത്തു. ഇനി തന്നിരിക്കുന്ന നോക്കുക, നീ ജനിച്ചപ്പോൾ എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ അതേ പ്രായമായിരുന്നു. അപ്പോൾ ജനിച്ചപ്പോൾ എത്രയാണ്? അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് എനിക്ക് നിൻ്റെ ഇപ്പോഴത്തെ അതേ പ്രായമായിരുന്നു. ഇപ്പോൾ മകനുള്ള എത്ര ഏജാണോ മകനുള്ളത് അതേ വയസ്സായിരുന്നു അവൻ ജനിക്കണ സമയത്ത് അച്ഛനുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് നമ്മൾ ജനിക്കുന്ന സമയത്ത് എക്സ് എന്നെടുത്തു. അപ്പോൾ ഇപ്പോൾ മകൻ എത്ര വയസ്സുണ്ട്? എക്സ് വയസ്സ് തന്നെ ഉണ്ട്. അത് കിട്ടി. നെക്സ്റ്റ് അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ 50 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോൾ അച്ഛന് 50 വയസ്സാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻസ് വെച്ചിട്ട് കാണുക എന്നുള്ളതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുവാണ് 18 എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എക്സിന് നമ്മൾ 18 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
18ൻ്റെ കൂടെ 50 വയസ്സാവാനായിട്ട് ഇനി എത്ര ആഡ് ചെയ്യണം? 32 വർഷം കഴിയണം അല്ലേ? 18 എന്നത് 50 വയസ്സാവാനായിട്ട് 32 വർഷം കഴിയണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 32. അതായത് 32 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എത്രയാണ്? 32 വയസ്സാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് 32 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ് 18 എടുത്തു, പക്ഷേ എക്സ് ഇപ്പോൾ കിട്ടിയത് എത്രയാണ്? 32 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്, സെയിം അല്ല. അതുകൊണ്ട് 18 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 20 ആണ്. 20 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. എക്സിന് 20 ഇട്ട് കൊടുത്തു. 20 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 50 വയസ്സാവാനായിട്ട് 30 വർഷം കഴിയണം അല്ലേ? അപ്പോൾ 30 വർഷം കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എത്ര വയസ്സായിട്ടുണ്ടാവും? മകന് ഇപ്പോൾ 30 വയസ്സായിട്ടുണ്ടാവും. ഇവിടെയും ചെക്ക് ചെയ്യുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആണ്. എക്സിന് 20ഉം എക്സിന് 30 എന്ന് കിട്ടി. രണ്ട് വാല്യൂ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും ക്യാൻസൽ ചെയ്യാം. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 25 ആണ്. 25 ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 25 എന്നിട്ട് കൊടുത്തു. അപ്പോൾ 50 ആവാനായിട്ട് 25 തന്നെ ആഡ് ചെയ്യണം. 25 വർഷം കഴിയുമ്പോഴാണ് 50 വയസ്സ് അച്ഛനാവുന്നത്. അപ്പോൾ 25 എന്നുള്ളത് മകൻ്റെ വയസ്സ് എന്ന് കിട്ടും. ഇപ്പോഴത്തെ മകൻ്റെ വയസ്സ് 25 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായല്ലോ, എക്സിൻ്റെ വാല്യൂ സെയിം ആണ്. ഇവിടെയും 25 എന്ന് കിട്ടി, ഇവിടെയും 25 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഒന്നുമില്ല, ഓപ്ഷൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ നടന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ജോലി സ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ കിഴക്കോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുവാണ്. നമുക്കറിയാം നോർത്ത് ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ, ഈസ്റ്റ് ഇവിടെ, വെസ്റ്റ് ഇവിടെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണ്. 50 മീറ്റർ കിഴക്കോട്ട് നടന്നു. ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇവിടെ നിന്നും 50 മീറ്റർ കിഴക്കോട്ട് നടന്നു. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു 70 മീറ്റർ നടന്നു. 70 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ 70 മീറ്റർ നടന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു. 50 മീറ്ററാണ് നടന്നത്. 50 മീറ്ററാണ് നടന്നത്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ വീണ്ടും നടന്നു. അപ്പോൾ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് 60 മീറ്റർ വീണ്ടും നടന്നു. എന്നിട്ട് ജോലി സ്ഥലത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെയാണ് ജോലി സ്ഥലം, ഇവിടെ എത്തിച്ചേർന്നു. എന്നാൽ വീട്ടിൽ നിന്നും നേർവഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് ജോലി സ്ഥലത്ത് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ എത്തണം. നേർവഴിയിലൂടെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ പോയാൽ മതി, ഈ വഴിയിലൂടെ നേരെ പോയാൽ മതി. അപ്പോൾ ടോട്ടൽ ദൂരം എത്രയായിരിക്കും? ഇത്രയും ദൂരം എന്ന് പറയുന്നത് 70 ആണ്. കാരണം ഇതേ ദൂരം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ 60. അപ്പോൾ ഈ 70ഉം 60ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 + 60 എന്ന് പറയുന്നത് 130 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. -1 all raised to 5 plus -1 all raised to 101 plus -1 raised to 200 plus -1 raised to 702. ഇതിൻ്റെ വാല്യൂ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്കറിയാം 1ൻ്റെ പവറിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് 1 തന്നെ ആയിരിക്കും. -1 ആണെങ്കിൽ -1ൻ്റെ പവറിൽ ഓഡ് വന്നു കഴിഞ്ഞാൽ -1 എന്നും ഈവൺ വന്നു കഴിഞ്ഞാൽ +1 എന്നും ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അതായത് -1ൻ്റെ പവറിൽ ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ -1 എന്നും -1ൻ്റെ പവറിൽ ഈവൺ നമ്പറാണ് വരുന്നതെങ്കിൽ
+1 എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -1 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ -1 തന്നെയായിരിക്കും ആൻസർ. പ്ലസ് -1 അതും എന്താണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ -1 തന്നെയായിരിക്കും ആൻസർ. പ്ലസ് -1 എന്ന് പറയുന്നത് ഈവൺ നമ്പറാണ്, അതുകൊണ്ട് +1 ആയിരിക്കും. നെക്സ്റ്റ് പ്ലസ് -1 അതൊരു ഈവൺ നമ്പർ ആയതുകൊണ്ട് +1 ആയിരിക്കും ആൻസർ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ -1 പ്ലസ് -1. അപ്പോൾ -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ -2 എന്ന് കിട്ടും. പ്ലസ് 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 61-ൽ എത്ര 6-ൽ ഒന്നുകളുണ്ട്? അപ്പോൾ 61 നമ്മൾക്ക് കാണേണ്ടത് 61 ഡിവൈഡഡ് ബൈ 6-ൽ ഒന്നുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 1/6 എന്നാണ് മീൻ ചെയ്യുന്നത്. 6-ൽ ഒന്നുകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ 61 ഡിവൈഡഡ് ബൈ 1/6 കാണുക. അതായത് 61-ലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 61 ഡിവൈഡഡ് ബൈ 1/6 കാണുക. അപ്പോൾ എത്ര കിട്ടും? 61. ഈ 1/6 മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/1 എന്ന് കിട്ടും. ഈക്വൽ ടു 61 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 6 36 366 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.